ചങ്ങായിമാർ എല്ലാവർക്കും സുഖാന്നല്ല. ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തുതരാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണണം. കാരണം നമ്മുടെയൊക്കെ അവസാന പ്രതീക്ഷ, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവസാന പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒന്നുകിൽ മാധ്യമങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് നമുക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മുടെ അവസാന പ്രതീക്ഷ, ഒരു സാധാരണക്കാരന് എന്ത് സംഭവിച്ചാലും കൂടെ ഉണ്ടാവുന്നുള്ള അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറിയാണ്. പക്ഷെ നമ്മുടെ ജുഡീഷ്യറി എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യവും നമുക്കിപ്പോ ഏകദേശം വ്യക്തമായി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആർ രാജഗോപാൽ എന്ന പേരുള്ള ജേർണലിസ്റ്റ്, നമ്മളെ കേരളത്തിൽ കാണുന്ന കാക്കൂക്ക ജേർണലിസ്റ്റുമാരല്ല, റീച്ചിന് വേണ്ടി ബഹളം വെക്കുന്ന മരണ വീട്ടിലേക്ക് മൈക്ക് കൊണ്ടുപോകുന്ന ജേർണലിസ്റ്റ് അല്ല. ജേർണലിസ്റ്റ് എന്ന പേരിന് കൃത്യമായ അർത്ഥം എന്താണെന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ജേർണലിസ്റ്റ് ആർ രാജഗോപാൽ സ്പീച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ മനോഹരമായ സ്പീച്ചുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഈ നാട്ടിലെ മാധ്യമങ്ങൾ എത്രമാത്രം പൊള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്നും നമ്മളൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന നമ്മുടെ ജുഡീഷ്യറിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ മാറ്റങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു വിവരണം തരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളിത് കാണുക. നമുക്ക് കണ്ടിട്ട് വരാം. ബാ. നിങ്ങളെല്ലാവരും പത്രം വായിക്കുന്നു ഞാൻ കരുതുന്നില്ല. എന്നാൽ പത്രം വായിക്കുന്നവർ ഉണ്ടാവില്ല, കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ. വാർത്ത കാണുന്നവർ തീർച്ചയായിട്ടും കാണില്ലേ? വാർത്ത കാണുന്നവർ ഉണ്ടായിരുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു 100% പേരും അത്രത്തോളം വാർത്താ ചാനലുകൾ നമുക്കുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്ന് ക്യൂ കാർഡ്സ് ഞാൻ കാണിക്കാം. ഹസൻ ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഹസൻ ഷാ, ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ പിന്നീട് ഇതിലോട്ട് തിരിച്ചു വരാം. അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. യൂനസ് ഖാൻ പത്താൻ. അപ്പോൾ ഹസൻ ഷാ, യൂനസ് ഖാൻ പത്താൻ, അബ്ദുൾ റഹ്മാൻ, പിന്നെ മിസ്മ ഖാത്തൂൻ വേറൊരു പേര്. ഈ 4 പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചോ. കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഞാനതിലോട്ട് വരാം. ഹസൻ ഷാ ഗുജറാത്തിലെ സൂറത്തിലെ ഒരു റാക്ക്, അതായത് ഈ ആക്രി സാധനങ്ങൾ പെറുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഏപ്രിൽ അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, കട്ടിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് പോലീസ് വലിച്ചഴക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു ബോട്ടിലാണ്. ആ ബോട്ടിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ബോട്ട് എവിടെയോ എത്തുന്നു. കൂടെയുള്ള അദ്ദേഹം പറയുന്നു പോലീസുകാരാണ്. നമുക്കറിയില്ല പോലീസുകാരാണോ വേറെ ഏതെങ്കിലും സൈനിക വിഭാഗമാണെന്ന് അറിയില്ല. അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൈയുടെയും കണ്ണിലെയും കെട്ടടിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കൊരു ലൈഫ് ജാക്കറ്റ് തരികയാണ്, നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടണം, ചാടിക്കഴിഞ്ഞ് മുന്നോട്ട് നീന്തുക, തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെടിവെക്കും. അദ്ദേഹം നീന്തുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് തീരം അണയുന്നു. കരയിൽ കയറുമ്പോൾ അവിടുത്തെ കുറേ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടികൂടുന്നു. അവർ പറയുന്നു ഇത് ബംഗ്ലാദേശാണ്. അപ്പോൾ അദ്ദേഹം സൂറത്തിൽ നിന്ന് പിടിക്കപ്പെട്ട മനുഷ്യനാണ്, ബംഗ്ലാദേശിൽ പോകുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനിച്ചത് സൂറത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജനിച്ചത് പശ്ചിമ ബംഗാളിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇപ്പോഴും ഉണ്ട്. അവർക്ക് അവിടെ വോട്ടവകാശമുണ്ട്. ഇദ്ദേഹത്തിന് ഗുജറാത്തിൽ വോട്ടവകാശമുണ്ട്. വോട്ടവകാശം ഇല്ലെങ്കിൽ തന്നെയും ഉറങ്ങിക്കിടന്നൊരു മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് പിടിച്ചെഴുന്നേറ്റ് വലിച്ചിഴച്ച് കൈയും കണ്ണും കെട്ടി വെള്ളത്തിൽ ചാടിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വെടിവെക്കും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഹസൻ ഷാ. യൂനസ് ഖാൻ പത്താൻ ഇതേപോലെ അദ്ദേഹവും അഹമ്മദാബാദിലെ ചന്തോല ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസിദ്ധമായ മുകളിൽ നിർമ്മിച്ച ഒരു ലേക്കാണ്. അതിനടുത്തുള്ള ഈ നമ്മുടെ സ്ലം അല്ലെങ്കിൽ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ പിടികൂടി. പക്ഷേ എന്തുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടു അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ ജുബി ജോക്കറി എന്ന് പറയും, ചെറിയ കുടിൽ പോലുള്ള വീടാണ്. എന്നാലും എല്ലാ മനുഷ്യർക്കും അവരുടെ വീട് കൊട്ടാരം പോലെ തന്നെയാണ്. ആ വീട് അവിടെ ഇല്ല. അവിടെ ബുൾഡോസർ വെച്ച് നിരത്തി കഴിഞ്ഞു. 12,000, അതായത് 12,000 വീടുകളാണ് ഇങ്ങനെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അവർ ബുൾഡോസർ വെച്ച് തകർത്തത്. പിന്നെ അബ്ദുൾ റഹ്മാനും ഹസൻ ഷായെ പോലെ സെയിം പിടിക്കുന്നു. പക്ഷേ അബ്ദുൾ റഹ്മാൻ്റെ പ്രത്യേകത, അദ്ദേഹത്തെ ഏകദേശം 15 ദിവസത്തോളം തടങ്കിൽ വെക്കുകയും വളരെ ക്രൂരമായി, അതിനെ പറ്റി വളരെ മയപ്പെടുത്തി പറയുകയാണ്. അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അദ്ദേഹത്തെ പോലീസുകാർ എന്ത് ചെയ്തു എന്ന്. അതിനുശേഷം അദ്ദേഹവും ഇതേ പ്രക്രിയ, അദ്ദേഹത്തെ പക്ഷേ പ്ലെയിനിലാണ്, അദ്ദേഹത്തെ കുറച്ചും കൂടി ഒരു VIP ട്രീറ്റ്മെൻറ്റ്, പ്ലെയിനിലാണ് ഒരു വിമാനത്തിലാണ് സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നെ ഒരു ബോട്ടിലോട്ട് മാറ്റുകയും നേരത്തെ പറഞ്ഞ പ്രക്രിയ, നിങ്ങൾ നീന്തു, അദ്ദേഹം നീന്തി പോകുന്നു. മിസ്മ ഖാട്ടൂൻ്റെ അവരെക്കുറിച്ചൊരു വീഡിയോ, അത് ബംഗ്ലാദേശിൽ ഉള്ള BDF എന്ന് പറഞ്ഞാൽ നമ്മുടെ BSFൻ്റെ ഇക്വലൻ്റ് BDF ഒരു കേണൽ എടുത്ത വീഡിയോ ആണ്. അത് അവർ ആസാമിൽ നിന്ന് പിടിച്ചെന്ന് പറയുന്നു. അവർ അപ്പുറത്ത് അതിർത്തിയിലേക്ക് തള്ളുന്നു. അവർ നിലത്ത് വീണ് കേണപേക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ്. അവർ പറഞ്ഞു ഞാൻ ആസാമിലാണ് ജനിച്ചത്, ഞാൻ അവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ അധികൃതർ പറയുന്നത് ഞങ്ങൾ അവരെ തിരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ബംഗ്ലാദേശിൽ തിരിച്ചുവിട്ടു. പക്ഷേ മിസ്മ ഖാട്ടൂൻ്റെ കുട്ടികൾ പറയുന്നത് അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവും എന്ന് പറഞ്ഞാൽ ഞാനിത് കാണുന്നവരെ ഒരു വിവരവുമില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവരുടെ പേരുകൾ വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ്. ഇത് സംഭവിച്ചു, ഈ വിവരം പുറത്തു വന്നത് ജൂലൈ 11, 2025 എന്ന് പറഞ്ഞ 2 ആഴ്ച മുമ്പാണ്. നമ്മൾ എത്ര പേർ അറിയാം?
എന്നിട്ട് നമ്മൾ പറയും 50 വർഷം മുമ്പ് ഇന്ത്യയിൽ ശരിയാണ് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് നടക്കുന്ന 2 ആഴ്ച മുമ്പ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ ശരി അമേരിക്ക ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞാൻ പാശ്ചാത്യത്തിലുള്ള ന്യൂസ് പേപ്പർ എന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. അതിനുശേഷം ഒന്നുകിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് പറയണം ഇത് മുഴുവൻ വ്യാജമാണ്, ഇവർ ഇവിടുത്തുള്ളവരല്ല. ഞാൻ പറഞ്ഞ അവർ ബംഗ്ലാദേശിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ഏത് രാജ്യത്ത്, പാകിസ്ഥാനിലായിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ മനുഷ്യൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു നിയമവും നമ്മൾ അനുവദിക്കുന്നില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ ഒരു വാർത്ത ജൂലൈ 11 പബ്ലിഷ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ പോലെ പാശ്ചാത്യ ന്യൂസ് പേപ്പേഴ്സ് അവരുടെ അജണ്ടയുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ ഇന്നുള്ള ഏതൊരു മാധ്യമ സ്ഥാപനത്തെ കാട്ടിയും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ താഴെ കൊണ്ട് നിക്സനെ താഴെ കൊണ്ടുവന്ന പത്രമാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള പത്രമാണ്, ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഗവൺമെന്റ് തെറ്റാണെന്ന് പറയണം. ഞാൻ അതിനോടൊന്നും പറഞ്ഞിട്ടില്ല. 2, ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഇവിടെ വേറെ ഏതോ രാജ്യത്ത് ജനിച്ചു വളർന്ന് എവിടെയൊക്കെ പോയി ജോലി ചെയ്ത് അയാളുടെ മക്കളോ മരുമോനോ വല്ലതും ഏതെങ്കിലും ഒരു അമേരിക്കൻ ഒരു കമ്പനിയുടെ CEO ആവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ ഇന്ത്യക്ക് എന്തോ ഭയങ്കര അംഗീകാരം, അവർക്ക് ഇന്ത്യയിലെ ഭാഷ അറിഞ്ഞൂടെ, ഇന്ത്യയിൽ വരാറുമില്ല, നമുക്ക് വേണ്ടി 5 പൈസ ഇങ്ങോട്ട് തരാറുമില്ല. അങ്ങനെയുള്ള മനുഷ്യർ നമ്മൾ വലിയ സൂപ്പർ താരങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഇവിടുത്തെ ഒരു മാധ്യമം മെയിൻസ്ട്രീം മാധ്യമങ്ങൾ ഒരു വരി പോലും ഇതിനെക്കുറിച്ച് എഴുതുകയോ ഫോളോ അപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ ഇത്ര വലിയ ദേശഭക്തരാണെങ്കിൽ ഇത് തെറ്റാണെന്നെങ്കിലും പറയണ്ടേ അന്വേഷിച്ചിട്ട്. കാര്യം വിദേശത്തുനിന്ന് ഒരു മാധ്യമം വന്നിട്ട് ഗുജറാത്തിലെ അവരുടെ റിപ്പോർട്ടേഴ്സിനെ വെച്ച് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് വെച്ച് 2 ആഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവരുടെ വളരെ വിശദമായ രീതിയിൽ ചിത്രങ്ങളോടും അവരുടെ ഡോക്യുമെന്റ്സോടും ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യയിൽ തന്നെ മിക്കവാറും ഒരു മെയിൻ സ്ട്രീം മാധ്യമം പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 50 വർഷങ്ങൾ ഞാൻ പറയുമ്പോൾ താരതമ്യത്തെക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ്. വളരെ സങ്കടത്തോടെ വളരെ വേദനയോടെ ഇത് ഞാൻ പറയുന്നില്ല പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത്. നിങ്ങളിത് ആലോചിച്ച് നോക്കും, നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? വേറൊരു പേര് ദുഷ്യന്ത് ദവേ. ഈ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ലോയറാണ് ദുഷ്യന്ത് ദവേ എന്ന് പറയുന്നത്. ദുഷ്യന്ത് ദവേ കുറച്ച് ദിവസം മുമ്പ്, അതായത് ജൂലൈ 15 അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാക്ടീസ് നിർത്തുകയാണ്. അതായത് അദ്ദേഹത്തിന് 70 വയസ്സായി. പ്രാക്ടീസ് 70 വയസ്സിൽ അങ്ങനെ വക്കീലമാരൊന്നും നല്ല അതുപോലെ ഇതുപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്ന വക്കീലമാരൊന്നും അങ്ങനെ പ്രാക്ടീസ് നിർത്താറില്ല. അത് മാത്രമല്ല അദ്ദേഹം 48 വർഷം പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടെ കഴിയുകയാണെങ്കിൽ 50 വർഷം. 50 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു സുവർണ്ണ ജൂബിലി എന്ന് പറയും പോലെ ഇവിടെ 2 പേരും കൂടി എന്ന് വെച്ചാൽ നമ്മൾ 50 ആളാവും. അപ്പോൾ അതൊരു സുഖമാണ്. 48 പേരെ നമുക്ക് സംസാരിക്കാൻ 50 ആണ്, നമുക്ക് ഉള്ളിലൊരു സുഖം വരില്ല. അതുപോലെ എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് 40 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു അറിയിപ്പില്ല, ഞാൻ ഇനിയും വാദിക്കുന്നില്ല, ഞാൻ ഇനി ഒരു കേസ് വാദിക്കില്ല, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഗുജറാത്താണ് നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ആളിലേക്ക് സഹായിച്ച് ജീവിക്കാം എന്ന് പറയുന്നു. അത് മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നുണ്ട് 75 വയസ്സ് വരെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന്. പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അത് മാത്രമല്ല നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നോക്കണമെങ്കിൽ നാനി പൽക്കിവാല, ബാക്കി ഒരുപാട് ഫലി നരിമാൻ, ഇവരെല്ലാം രാം ജത്മലാനി, ഇവരെല്ലാം 90 വയസ്സോ 95 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ 70 വയസ്സ് പറഞ്ഞാൽ ഒന്നുമല്ല. അതിനുശേഷം അദ്ദേഹം കരൺ താപ്പർ എന്ന വയറിന് വേണ്ടി ചെയ്യുന്ന കരൺ താപ്പറിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അവിടെ അതാണ് പറഞ്ഞത്, ആ ഇൻ്റർവ്യൂ അദ്ദേഹം വളരെ വ്യക്തമായി കാര്യം പറയാതെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്: നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായി ചാർജ് എടുത്ത ശേഷം ചീഫ് ജസ്റ്റിസ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം മാത്രമാണ് നീതിക്ക് വേണ്ടി നിലനിന്നത്. ബാക്കിയുള്ള എവറി ചീഫ് ഈസ് നെയിമിംഗ് ദം, ഭയങ്കര ബാക്കിയുള്ള എല്ലാ ചീഫ് ജസ്റ്റിസുമാരും, ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ഖെഹർ, ജസ്റ്റിസ് ഗൊഗോയ്, ജസ്റ്റിസ് രമണ, ജസ്റ്റിസ് ബോബ്ഡെ, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ഓരോരുത്തരും അവർ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായത്തെ അപ്ഹോൾഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം റെക്കോർഡിൽ ഒരു വക്കീല് ജഡ്ജിമാരെ, അതായത് ജഡ്ജി വെറും ജഡ്ജിയല്ല, പരമോന്നത കോടതിയിലെ ഏറ്റവും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അവരുടെ പേര് പറഞ്ഞ് അദ്ദേഹം പറയാണ് ദേ ഫെയിൽഡ് ഇന്ത്യ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം, എൻ്റെ മലയാളത്തിൽ, ദ സിംഗിൾ ബിഗസ്റ്റ് റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ദ റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി ഇസ് ദ ജുഡീഷ്യറി. അതായത് ഈ രാജ്യത്ത് നിയമവാഴ്ച പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ ബിഗസ്റ്റ് കാരണം നമ്മുടെ ജുഡീഷ്യറിയാണ്. കാര്യം അദ്ദേഹം പറഞ്ഞത് എക്സിക്യൂട്ടീവ് വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ടേക്ക് ദ ലോ ഇൻ ടു ഇറ്റ്സ് ഹാൻഡ്സ്. അതായത് ഭരണകൂടങ്ങൾ എക്സിക്യൂട്ടീവ് എപ്പോഴും നിയമം കയ്യിലെടുക്കും, പക്ഷേ ജുഡീഷ്യറിക്കാണ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, അത് അവർ പരാജയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാത്രമല്ല അദ്ദേഹം പറയുന്ന പ്രത്യേകത, ഈ പറഞ്ഞ ജഡ്ജസ് എല്ലാം, അതായത് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ഖെഹർ, ജസ്റ്റിസ് ഗൊഗോയ്, ജസ്റ്റിസ് രമണ, ജസ്റ്റിസ് ബോബ്ഡെ, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 10 വർഷമായി കേട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആണ്. ഇവരെല്ലാം സാധാരണ ജഡ്ജ്, അവർ പ്യൂണി ജഡ്ജസ് എന്ന് പറയും, ജൂനിയർ ജഡ്ജസിനെ പ്യൂണി ജഡ്ജസ് എന്ന് പറയും. സാധാരണ ജഡ്ജസ് ആയിരുന്നപ്പം ഏറ്റവും ഉദാത്തമായ രീതിയിൽ ജഡ്ജ്മെന്റ്സ് കൊണ്ടുവന്നവരും കൂടെയാണ്. അതാണ് വല്ലാത്തൊരു അതായത് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ജഡ്ജസ് ചീഫ് ജസ്റ്റിസായി മാറിക്കഴിയുമ്പോൾ അതും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം ആഡ് ചെയ്തുകൊണ്ട് 10 വർഷത്തിൽ കൊണ്ട് സംഭവിച്ച ചേഞ്ച് അല്ലത് 1980-കളിൽ വന്ന സാധാരണ ജഡ്ജിമാരുടെ ഇടയിലുള്ള കുഴപ്പങ്ങളാണ്. അതിന് അന്നത്തെ ഭരണകൂടം റെസ്പോൺസിബിൾ, 80-കളിൽ ഉള്ള കുഴപ്പം. പക്ഷേ ഇപ്പോഴത് ഒരു ക്രിട്ടിക്കൽ മാസമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആണ്, ഞാൻ ഏറ്റവും നിരാശനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന നിരാശ കൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് നിർത്തുകയാണ്. ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ഇത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി പരസ്യമായിട്ട് പറയുകയാണ് ഇത് കാര്യം. അത് എന്നിട്ട് അദ്ദേഹം പറയുന്നത്, I came into the legal profession because I wanted to come and practice. I loved the legal profession. അതായത് അതേപോലെ ജഡ്ജിയുടെ മകനാണ്. ഞാനൊരു വക്കീലായത് തന്നെ, ഞാൻ നിയമത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാണ്. അതാണ് 48 വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഡു ഫീൽ വെരി സാഡ്. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത് നിർത്തുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന കരൺ താപ്പർ ചോദിക്കുന്നത്, കരൺ താപ്പർ 2024 ദുഷ്യന്ത് ദുബെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അന്ന് ദുഷ്യന്ത് ദുബെ പൊട്ടിക്കരഞ്ഞു ആ ഇന്റർവ്യൂവിൽ. ആ സമയത്ത് അദ്ദേഹം പറയാൻ കാര്യം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കരൺ താപ്പർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2024 ഇങ്ങനെ എന്നോട് പറഞ്ഞു, പക്ഷേ ഇപ്പോഴെങ്ങനെ സിറ്റുവേഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അദ്ദേഹം ദവെ പറയുന്നുണ്ട്, ഇറ്റ് കൻ നെവർ ഇംപ്രൂവ് നോ. ഇനി ഒരിക്കലും അത് ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. വളരെ ദുഃഖം. നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാം ഓരോ പൗരനും നമ്മളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ള അദ്ദേഹം പറയാതെ പറയാണ്. അത് ഇറ്റ് കൻ നെവർ ഇംപ്രൂവ് നോ. ഒരു ഫൈനാലിറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയായിക്കൊള്ളണം തെറ്റായിക്കൊള്ളണം എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും തന്റെ കരിയറിന്റെ ഏറ്റവും ഔന്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ വ്യസനത്തോട് പറയുന്നത്, ഇറ്റ് കൻ നെവർ ഇംപ്രൂവ് നോ. അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് മിസ്ഡ് ബസ്. നമ്മൾ ആ ബസ് നമുക്ക് ചാൻസ് നഷ്ടപ്പെട്ടു. വീണ്ടും അദ്ദേഹം പറയുന്നത്, സിംഗിൾ ബിഗസ്റ്റ് റീസൺ ഓഫ് ഫെയിലിയർ ഓഫ് റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി ഈസ് ജുഡീഷ്യറി. വീണ്ടും ആവർത്തിക്കുകയാണ്, ജുഡീഷ്യറിയാണ് ഇതിന് പ്രധാന കാരണം. അപ്പോൾ ചോദിക്കുകയാണ്, കരൺ താപ്പർ ചോദിക്കണം, അപ്പോൾ നിങ്ങൾ ഈ നിരാശ അതുകൊണ്ട് ഡിസൊല്യൂഷൻമെന്റ് ജുഡീഷ്യറി ആണോ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയാണ്, യെസ്, ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ദർ ഇസ് ഗ്രേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ മോർ ദാൻ വൺ വേ. I mean corruption in judiciary, inefficient in judiciary, lack of merit in judiciary and its inability to uphold the constitution to the hill. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. കറപ്ഷൻ ഉണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും, പക്ഷേ ഏറ്റവും വലിയ പരാജയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പം അതുപോലെ അദ്ദേഹം പറയുന്നത്, ജുഡീഷ്യറിയുടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്, ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? അതായത് യു ഹാവ് ടു ലീൻ ഇൻ ഫേവർ ഓഫ് ദ സിറ്റിസൺ. അതായത് സിറ്റിസന്റെ മേലാണ് ചാരേണ്ടത്, അല്ല ഭരണകൂടത്തിന്റെ കൂടെ അല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴാ പെൻഡിലും ഇപ്പുറത്തെ തല്ലോട്ട് മാറി എന്ന് പറഞ്ഞ അദ്ദേഹം ദുഷ്യന്താവെ വന്നു. അപ്പോൾ ഇത് കേട്ടല്ല, ആർ രാജഗോപാൽ സാർ വെറുതെ സംഘികൾ പറയും പോലെ പറയല്ലെന്ന്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ജുഡീഷ്യറി സാധാരണക്കാരന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പൊ ജുഡീഷ്യറി പോകുന്നത് ഭരണകൂടത്തിന്റെ പിന്നാലെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ്, നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും, ആധാർ കാർഡ് ഒരു പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വരി നിന്ന് വെയിൽ കൊണ്ടെടുത്ത ആധാർ കാർഡ്, ഇനി ഒരു കാർഡ് വേണ്ട, ഇത് ലാസ്റ്റ് കാർഡ്, ഇതാണ് ഒരു പൗരന് വേണ്ട ഏക കാർഡ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത ആ കാർഡ് ഒരു പൗരത്വ രേഖയല്ല, വെറുതെ ഒരു കാർഡാണെന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. പിന്നെ മാധ്യമങ്ങളെ നമുക്കറിയാം, മാധ്യമങ്ങളെല്ലാം പണ്ടേ പോയി. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു എത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചത് ആരെയും വേദനിപ്പിക്കാനോ ആരെയും സങ്കടപ്പെടുത്താനോ അല്ല, സത്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ പ്രതീക്ഷ അവസാനിച്ചിട്ടൊന്നുമില്ല, പ്രതീക്ഷ ഇനിയുമുണ്ട്. നമ്മൾ ഇനിയും പഴയതുപോലെ അലസരായി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ, കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ നല്ല ദിനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വേട്ടയുടെ 1% പോലും നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും കാണിക്കുന്നില്ല. ഞാൻ കാണുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് കുറച്ചെങ്കിലും ധൈര്യമുള്ളത്. ആ കുറച്ചെങ്കിലും ധൈര്യമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്നതിന്റെ 1% പോലും നമ്മളെ കാണിച്ചു തരുന്നില്ല എന്ന ദൗർഭാഗ്യകരമായ കാര്യം കൂടി ഞാൻ പറയട്ടെ. അങ്ങനെ കാണിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ചങ്കൂറ്റമുള്ള, ആർ രാജഗോപാലിനെ പോലെ ചങ്കൂറ്റമുള്ള, ഉണ്ണിസാറിനെ പോലെ ചങ്കൂറ്റമുള്ള കുറച്ച് മാധ്യമ പ്രവർത്തനെങ്കിലും നമുക്ക് വേണമല്ലോ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ നല്ല സുലാൻ.